ബന്ധുക്കളോ ആരും എന്നെ കാണാൻ വന്നിട്ടില്ല. ആരും കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട്. വിഷമമുണ്ട്. കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല, എന്റെ ആൾക്കാർ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. തീർത്തും രാവിലെ പകരം ഒറ്റപ്പെട്ട അവസ്ഥയാണ്. സമൂഹത്തിൽ ആർക്കും അറിഞ്ഞൂടെ എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നു. അയൽക്കാർക്കും അപ്പുറം പോലും അറിഞ്ഞൂടെ. നമ്മൾ മൂന്ന് പേര് നല്ല ഇക്കായും കൂട്ടി നാല് പേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. ഇല്ല, നമുക്ക് അങ്ങനെ ഇപ്പൊ 2 വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്ത് 2 വർഷമാകും. 2 വർഷത്തെ മകൻ ഒരു ധാരാളിയായിരുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക, അങ്ങനെ വെള്ളമടി, അങ്ങനെ ഒരു രീതിയിലായിരുന്നു നടന്നത്. ഇല്ല, അവൻ ഞാൻ പറയുന്ന എന്ത് അനുസരിച്ചാണ് അവൻ ജീവിച്ചോണ്ട്. നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ പ്രവാസിയായ അഫാൻ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകം വീണ്ടും നമ്മുടെ ഇന്റർവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അഫാന്റെ ഉമ്മയായ ഷെമി. ഇപ്പോഴ് പുള്ളിക്കാരത്ത് നല്ല നോർമലായി എന്നാണ് ഇവിടെ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. നോർമൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. അതേ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. 2 വർഷം കൊണ്ട് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല എന്ന്. എന്നിട്ട് അതിനിടയ്ക്കാണ് ആർഭാട ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിലുള്ള പരക്കെയുള്ള വ്യാജ പ്രചരണം എന്ന്. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. അനാവശ്യമായി കടങ്ങൾ വരും. എന്താണ് ഉമ്മയുടെ ഒരു അറിവിൽ അന്ന് സംഭവിച്ചത്? എന്താ? അന്ന് ഞാൻ 9:30 മണിക്ക് മോനെ സ്കൂളിൽ വിട്ടിട്ട് ചായ ഇട്ട് വെച്ചേക്കിരുന്നു. അത് വന്ന് 10 മണിയായപ്പോൾ ഞാൻ ചായ എടുത്ത് കുടിച്ച് അപ്പോഴേ എനിക്ക് എന്തോ കണക്കായി. പിന്നെ എത്ര മണിക്കാണ് എന്റെ മോൻ ഈ കഴുത്തിൽ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഉമ്മയും മോനുമായിട്ട് അന്ന് എന്തെങ്കിലും രാവിലെ അഫാനുമായിട്ട് വഴക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ല, ഉണ്ടായില്ല. ഒരു വഴക്കും ഉണ്ടായില്ല. ഒരു വഴക്കും കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ രാവിലെ എന്നും നോർമൽ അങ്ങനെ വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ കുടുംബക്കാർ നിങ്ങൾ 3 പേരും തമ്മിൽ യാതൊരു പ്രശ്നം കുറെ കാലമായിട്ട് എത്രയെങ്കിലും കാലമായിട്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഓർമ്മ അയവിറക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും നാളും ഓർമ്മയുണ്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നല്ല മണിയായിട്ട് നമ്മുടെ ഈ ഒരു അഫാന്റെ ഉമ്മ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി ബാക്കിയുടെ കേട്ടുനോക്കാം. അന്ന് രാവിലെ ഇളയ മകനെ ഒരുക്കി സ്കൂളിൽ വിട്ടു. പിന്നെ ബാക്കി കാര്യങ്ങൾ വീട്ടിലെ നോക്കുന്ന പോലെ നോക്കി. പക്ഷെ അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അത് അഫാൻ എന്തോ മനസ്സിൽ നേരത്തെ കരുതിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വഴക്കുണ്ടായിട്ടൊന്നും അല്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. തലേ ദിവസം പിന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വന്ന് പിന്നെ ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചായിരുന്നു. ജപ്തി നോട്ടീസ് വെച്ചാൽ ഈ ബാങ്ക് നമ്മുടെ വസ്തുവും വീടും ഒക്കെ ലോൺ വെച്ചാണോ വെച്ചിരിക്കുന്നത്? ലോൺ വെച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഓൾറെഡി ഈ ഒരു സംഭവം എല്ലാം കൂടെ ബാങ്ക് മാനേജറുടെ തലയിൽ ഇടാനുള്ള ഒരു ശ്രമമൊക്കെ ഇവിടെ മാതാവും മകനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ബാങ്ക് മാനേജർ വന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്റെ ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ എനിക്ക് 10 വർഷം കൊണ്ട് ക്യാൻസർ ആണോ? എന്ത് ക്യാൻസർ ആണുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ ആണ് 10 വർഷമായിട്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നു? നാട്ടിൽ അങ്ങനെ അറിയത്തില്ല. അപ്പൊ ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ കടബാധ്യത. പക്ഷേ ഈ ഒരു സംഭവം നടന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണല്ലോ ഇവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയം തന്നെയാണ്. അപ്പൊ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ്? ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭർത്താവ് പ്രവാസിയായിരുന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മക്കളും ധാരാളിത്തം കാണിച്ച് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചുവെന്നാണ് പൊതുസമൂഹത്തിൽ അഫാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ ലക്ഷങ്ങളുടെ ബാധ്യത കടം വന്നത് എങ്ങനെയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. കുറ്റപ്പെടുത്തൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി വീട് വെച്ച കൊണ്ട് 10 വർഷമായിട്ട് ക്യാൻസർ ചികിത്സിക്കുക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല അല്ലേ. അത്രത്തോളം പൈസ വേണം. പക്ഷെ ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ ആരെ അറിയിച്ചിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത വന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു കാരണം പറയുന്നില്ല. പലതും പല രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മേ ബി ചിലപ്പോൾ അവർക്ക് അന്ന് ആ ഒരു അവസ്ഥയിൽ ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും വീട്ടിലെ കടം എന്തുകൊണ്ട് സ്വന്തം ഭർത്താവായ റഹീമിന് അറിയില്ല എന്ന് പറയുന്നത്? റഹീം അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന കടത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇപ്പം ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയും. അതുപോലെ ബാങ്കിലെ ലോണിൽ കടമുണ്ടെന്ന് അറിയും. അപ്പൊ ഇതൊക്കെയാണ് കാരണം എന്തായാലും റഹീം അറിയാതിരിക്കുമോ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 2-3 വർഷത്തിന് ശേഷം വന്നായിരുന്നു. നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇപ്പൊ 7 വർഷം കൊണ്ടാണ് നാട്ടിൽ വരാത്തത്. പക്ഷേ ഈ സമയത്തുള്ള നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എല്ലാ കാര്യവും അറിയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീട് വെച്ചതിന്റെയും ഈ ഒരു ഹോസ്പിറ്റൽ കേസിന്റെയും നിങ്ങൾ ഇത്രത്തോളം ബാധ്യത വന്നത്. ഇപ്പൊ വീണ്ടും ആ ഒരു റൂട്ട് വേറെ ലെവലിലേക്ക് പോകുന്നത് പോലെ ഇപ്പോൾ ആ ഒരു കടബാധ്യതയുടെ കണക്ക് എവിടെയായിരുന്നു എന്നുള്ള ആ ഒരു ഇത്രയും കടമുണ്ടാകാനുള്ള കാരണം എന്താണെന്നും ഈ ഒരു കടബാധ്യതയ്ക്ക് കാരണമായിട്ടുള്ള എന്തൊക്കെ സംഭവം നടന്നെന്ന് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അതുപോലെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നേരെ തിരിച്ച് ഇവരുടെ ചികിത്സയുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നു കേട്ടോ. ഇത്രയും നാളും ഈ ഒരു കടത്തിനെ കുറിച്ച് എന്താണെന്ന് ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ നമ്മൾ കേട്ടതാണ് ഒരു ലോൺ ആപ്പിന്റെ തലയിൽ കൊണ്ട് വെച്ചത്. ലോൺ ആപ്പ് വഴി കടമുണ്ടായെന്നാണ് ഇവർ തന്നെയാണ് 24 ന്യൂസിൽ വാർത്ത കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടങ്ങൾ ഉണ്ടായത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല ഇവര്.
പല സമയത്ത് പറയുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഉള്ളത് അല്ലെ. കഴിഞ്ഞ തവണ പറഞ്ഞ ആ ഒരു ലോൺ ആപ്പിന്റെ കാര്യം എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിൽ ഉടനീളം ഞാൻ കേട്ടു നോക്കി, ഒരിടത്തും ആ ഒരു ലോൺ ആപ്പിനെ കുറിച്ച് പറയുന്നില്ല. പൊതുസമൂഹത്തിൽ എപ്പോഴും പറയപ്പെടുന്നത് നിങ്ങൾ അനാവശ്യമായി പരിവച്ച് ധാരാളം നിവചിതുള്ളതാണല്ലോ. ഇല്ല, നമ്മൾ ധാരാളം അങ്ങനെ കാണിക്കാറില്ല. ഞാനും എന്റെ മോനും എന്റെ ആശാനും മൂന്നുപേരും കൂടെ ചേർന്ന് നമ്മൾ 3 നേരം സാധാരണ ഒരു കുടുംബം കുടുംബത്തിൽ അനാവശ്യ ചെലവ് കാര്യങ്ങളോ അനാവശ്യ ചെലവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ ഒരു നാട്ടുകാരൻ തന്നെയാണ് പറഞ്ഞത്, ഇവര് നിസ്സാരം ഒന്ന് അപ്പുറത്തേക്ക് പോകുന്നെങ്കിൽ പോലും ഒരു ഓട്ടോ ഇല്ലാതെ പോകത്തില്ല എന്നാണ്. അതായത് ഒരു ബസ്സിൽ ചെലവ് കുറച്ച് പോലും പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഇവർ. അത് മാത്രമല്ല ഫുഡൊക്കെ വെളിയിൽ നിന്നാണ് ഇവർ കഴിക്കുന്നതും എടുക്കുന്നതൊക്കെ. അപ്പം ഒരു അനാവശ്യമായിട്ട് ധൂർത്തടിപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കടങ്ങൾ ഉണ്ടായത്? ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 10-65 ലക്ഷം കടമുണ്ടാവും. 65 75ന്റെ കണക്കാണ് തുടക്കം മുതലേ വന്നത്. അത് കുറഞ്ഞു അവസാനം 25 വരെ എത്തിയ ഒരു കണക്ക് വരെ എത്തിയിരുന്നു. അനാവശ്യ ചെലവ് കാര്യങ്ങളോ അങ്ങനെ ഇപ്പൊ 2 വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്ത് 2 വർഷമാകും. 2 എടുത്തിട്ടില്ല. 2 വർഷമായി ഡ്രസ്സ് വരെ എടുത്തിട്ട്. പക്ഷെ അഫാൻ സഞ്ചരിക്കുന്നത് വില കൂടിയ ബൈക്കിലാണ്. ഇതും വാർത്തയിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്ന് പറയുന്നത് മൂത്ത മകനാണ്. ഈ മൂത്ത മകൻ ഒരു ധാരാളിയായിരുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക, അങ്ങനെ വെള്ളമടി, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു നടന്നത്. ഇല്ല, അവൻ ഞാൻ പറയണ എന്തോ അവൻ അനുസരിച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയാലും അവൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് അമ്മച്ചി ഇവിടെ നിൽക്കണം പറഞ്ഞ് ഫോൺ വിളിക്കും, ഫോട്ടോ അയച്ചു തരും. എന്റെ അടുത്ത് നിൽക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ നീ വരാത്തെന്ന് അമ്മ ഞാൻ എന്റെ അടുത്ത് നിൽക്കണം. അല്ലാതെ അവൻ ഈ വിപരീതമായി ഞാൻ പറയണത് അല്ലാതെ അവൻ വേറെ ഒന്നും. ഈ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടായിരുന്നു വെള്ളമടിക്ക്? അങ്ങനെ ഇല്ല, ഒരിക്കലും കണ്ട ഇത്തിരി വെള്ളം അടിച്ചോണ്ട് വന്നാണ് ഞാൻ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഒരു കമ്പനി കൂടിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. എന്താ ഇവിടെ കേൾക്കുന്നത്? ഒരിക്കൽ മാത്രമാണ് അവൻ വെള്ളം അടിച്ചിട്ടുള്ളതെന്ന്. അന്ന് ആ ഒരു കൊലപാതകം നടന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതും ഒരു വെള്ളം അടിച്ചിട്ടാണ് അവൻ പോയത്. ഒരുപക്ഷെ അത് നമുക്ക് സമ്മതിക്കാം, ചിലപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഒരു ഹാങ് ഓവറിൽ കുടിച്ചതാണെന്ന് പറയും. പക്ഷേ ഒരിക്കൽ മാത്രമേ ഇവൻ വെള്ളം അടിക്കൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഒരിക്കലുമല്ല. അപ്പൊ ആ ഒരു രീതിയിലൊന്നും അല്ല നിങ്ങൾ സാമ്പത്തിക കടങ്ങൾ വരുത്തി. ഇല്ല, അങ്ങനെയൊന്നും അല്ല. എനിക്ക് ചികിത്സാപരമായിട്ടും പിന്നെ ബാങ്കിൽ ലോണുമായിട്ടാണ്. ഞാൻ അന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു, സാറേ എനിക്ക് 3000, എനിക്ക് എന്റെ കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 3000 രൂപ ഇല്ല ഹോസ്പിറ്റലിൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം ഈ പണ്ട കടങ്ങൾ ഇത്രയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രവാസിയായ റഹീമിക്ക് അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് അനാവശ്യമായി ഈ കടങ്ങൾ വരുത്തി വെച്ചു. ഷമീദയ്ക്ക് പറയാനുള്ളത് അവർക്ക് വന്ന കടം ദൂർത്തടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം റഹീം കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത പൈസ പോലും അവര് ലോണിന്റെ അടച്ചു തീർത്തിട്ടില്ല. അപ്പൊ പിന്നെ ആ പണമൊക്കെ എന്ത് ചെയ്തു? അത് തന്നെയല്ലേ റഹീം അവിടെ നിന്ന് വന്നപ്പോൾ, അതായത് ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഈ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, കടം തീർക്കാനുള്ള പൈസയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ഇത്തരത്തിൽ കടം വന്നു എന്നുള്ളത്. ഈ ഒരു വീട് വെച്ചതിന്റെയും ഈ ഒരു ക്യാൻസർ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിക്കുന്ന ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരിക്കലും അതൊരു ദൂർത്തടിച്ചതല്ല എന്നാണ് ഇപ്പം ഷമീത്ത പറയുന്നത്. അതോടൊപ്പം മകന്റെ ഒരു കാര്യം, അപ്പൊ ഈ ഒരു മകൻ ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഇത്തയുടെ ഇളയ മകനെ അടക്കം റഹീമിക്കയുടെ ബന്ധുക്കാരെ അടക്കം 5ഓളം പേരെ ക്രൂരമായിട്ടാണ്, ഒരു സാധാരണ ലെവലിലുള്ളതല്ല, നമ്മളെ ഒരു സാധാരണക്കാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം മെന്റലി ഇതായിട്ടുള്ള ഒരാളെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാളെ കാണണം എന്ന് ഇത്ത പറഞ്ഞതുകൊണ്ടാണ്. അന്നത്തെ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല 5 പേരെ ഇങ്ങനെ കൊന്നറിഞ്ഞില്ല. എന്റെ ഇളയ മോനെ കൊന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് എനിക്ക് മോനെ കാണുന്നത്. മാത്രം ഈ ഒരു ഉപദ്രവം ചെയ്തിട്ടുള്ളൂ. എന്നോട് മാത്രമേ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ളൂ. അത് മാതാവ് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. കാരണം പുള്ളിക്കാരത്തി അറിഞ്ഞിരുന്നില്ല മറ്റു കൊലപാതകം നടന്നത്. അത് ഈ ഹോസ്പിറ്റലിലെ കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇളയ മകന്റെ മരണത്തെക്കുറിച്ച് വരെ ഇവര് അറിയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് മോനെ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് എന്റെ 2 മക്കളെ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം 2 മക്കളെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്റെ മോനെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പക്ഷേ പിന്നെ ഈ ഇത്രയും പേര് മരിച്ച കാര്യങ്ങളൊക്കെ മരിച്ച കാര്യങ്ങളൊക്കെ അറിയുന്ന 7ാം ദിവസമാണ്. 5ാം ദിവസം മോൻ മരിച്ചെന്ന് ഇക്ക പറഞ്ഞാണ് അറിയുന്നത്. 7ാം ദിവസവും ഇക്ക പറഞ്ഞാണ് ഈ മരിച്ചെന്നൊക്കെ. ഇത്രയും പേര് മരിച്ചു എന്നറിഞ്ഞു പിന്നെ ആ മോനെ കാണണമെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, പിന്നെ മോനെ കാണണമെന്നില്ല. എന്റെ അപ്പ ആഹാ, ഇവർ അതിനുശേഷമല്ലേ മറ്റേ ശ്രീകണ്ഠൻ നായരുടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ പറഞ്ഞത് എന്റെ മോനെ ഇറക്കണം, എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല എന്ന്, അവനുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ഇവര് തന്നെയല്ലേ ആ ഒരു ഡയലോഗ് അടിച്ചത്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ, നേരെ വിപരീതം. പിന്നെ എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നീ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. നീർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവനെ നാഹം വെട്ടി 2 മക്കളെയും തലേദിവസം ചോറ് ഒരുമാരി കൊടുത്താണ് ഞാൻ അവരെ കിടത്തിയത്. നാഹം വെട്ടാൻ അറിഞ്ഞുകൂടെ? അവന് നാഹം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈ ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാൻ നാഹം പോലും വെട്ടിക്കൊടുത്തു. സന്തോഷത്തോടെ നഖം വെട്ടാൻ പോലും അറിഞ്ഞൂടാ, പാവം. ആ നഖം വെട്ടാൻ അറിഞ്ഞൂടാത്തവനാണ് ഈ 5 പേരെ ചിറ്റിക എടുത്തിട്ട് അടിച്ച് കൊന്നത് അല്ലെ. എന്തിനാണ് ഇവർ ഇതൊക്കെ പറയുന്നത്? ഇത്രയും ഇനി അവനെ ഇങ്ങനെ ഒരു വെള്ള പൂശുന്നതിന്റെ ആവശ്യം എന്താണ്?
അവൻ കൊലപാതകം ചെയ്ത് നിങ്ങളുടെ ഇളയ മോനെ സഹിതമാണ് അവൻ കൊന്നിരിക്കുന്നത്. ആ വേദനയെങ്കിലും നിങ്ങളുടെ മനസ്സിലില്ലേ? നല്ല മൂന്ന് നല്ല ഇക്കായും കൂട്ടി നാലുപേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് പിന്നത്തേക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. വിശ്വാസം ഉണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ, എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെയ്യൂലായിരുന്നു. അന്നത്തെ ദിവസം ചായയിൽ എന്തോ കലക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നീട് ചായ വെച്ചെടുത്ത് കുടിച്ചത്. അപ്പൊ അതിലെന്തോ ഉണ്ടെന്നാണ് എന്റെ സംശയം. പക്ഷേ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ വീട്ടിലൊരു സംഭവിക്കും. അതായത് ഇവർക്ക് ചായയിൽ എന്തോ കലക്കാനുള്ള മയക്ക് മരുന്ന് കൊടുത്തു, അങ്ങനെ അവർ ബോധം ഇല്ലാതെയായി എന്നാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അറിയില്ല എന്തൊക്കെയാണ് ഇപ്പം വീണ്ടും പറയുന്നത്. ഇനി അടുത്തൊരു ഇന്റർവ്യൂവിൽ ഇവര് ഇതിനെ മാറ്റി പറഞ്ഞ് വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇത് മൊത്തം അഫാൻ എന്തൊക്കെയോ കരുതി കൂട്ടി ഇത്തരം കടങ്ങളോ ഈ അഫാൻ കടങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവനൊരു കടവും ഇല്ല. നമുക്ക് ഈ വീട്ടിലുള്ള കടങ്ങൾ മാത്രമേ. ഈ അഫാന് കടമുണ്ടെന്ന് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഇവരല്ലേ പറഞ്ഞത്? അതായത് ലോൺ ആപ്പ് വഴി എടുത്ത ഒരു കടങ്ങള്. ഇപ്പൊ പറയുന്ന അഫാൻ ഒരു കടവും ഇല്ലായിരുന്നു പറയുന്നതിന് ഒരു ബന്ധവും ഇല്ല. കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഓർമ്മയില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ തലേദിവസം പിന്നെ ബാങ്കിൽ നിന്ന് സാർ വന്നതിന്റെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അവന് പിന്നെ ആൾക്കാർക്ക് അറിയും മാനക്കേട് അവന് തോന്നിയായിരുന്നു. പക്ഷെ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ സാറിനെ പിടിക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ പിടിച്ചകത്ത് കയറ്റിയത്. അതൊരു മാനസികമായിട്ട് കിടന്നുണ്ട്. അറിയുമ്പോൾ ഒരു നാണക്കേട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അതിന്റെ ഒക്കെ ഒരു ഇതിലായിരിക്കാം ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇത്രത്തോളം ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. അതെ, ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ ഒരു അനിയനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കി വളർത്തിയെന്നൊക്കെ കഴിഞ്ഞ എന്റെ ഇന്റർവ്യൂവിൽ പിന്നെ റഹീമൊക്കെ പറഞ്ഞായിരുന്നു. പൊന്നുമോന്റെ കാര്യമൊന്നും ഇവര് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഏറ്റവും സങ്കടം വരുത്തുന്ന കൊലപാതകങ്ങളിൽ ഒരാളുടെ ആ ഒരു മരണം തന്നെയാണ് അഫ്സാൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന്റെ മരണം. ആ മകനെയാണ് അവരിപ്പോഴും ന്യായീകരിച്ച് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് വെള്ളപൂശി പറയുന്നത്? അങ്ങനെ നോക്കി വളർത്തിയത് എന്റെ കൊച്ചിനെ അവൻ അടിച്ചു കൊന്ന് എന്റെ പൊന്നുമോനെ അവന്റെ കണ്ണൊക്കെ ഇല്ലാതായെന്ന് പറയുന്നത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒറ്റപ്പെടലിൽ തന്നെയാണ്. ശരിക്കും ഞാൻ ഒരു വട്ടം കൂടെ എടുത്ത് ചോദിക്കുക, ഇത്തയുടെ ഈ മകന്റെയും മക്കളുടെയും ധാരാളിത്തം കാരണം റഹീമയ്ക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ പറയരുത്. ഇല്ല, 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും അവതാരകൻ ഒരു വട്ടം കൂടെ അത് കൺഫേം ആക്കി ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അവര് പറയുന്നത് കേട്ടല്ലോ. കാരണം ഇനി അടുത്ത് മാറ്റി പറയരുത് എന്ന് ഉള്ള രീതിയിലായിരിക്കും ഇവിടെ അവതാരകൻ ചോദിച്ചത് തന്നെ. എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നു. പിന്നെ അയൽവക്കക്കാർക്ക് അപ്പുറം പോലും അറിഞ്ഞുകൂടായിരുന്നു. എന്റെ വീട് വെച്ച സമയത്തായിരുന്നു എനിക്ക് ഈ സംഭവം നടക്കുന്നത്, ഓപ്പറേഷൻ നടക്കുന്നത്. പിന്നെ അവിടെ തൊട്ട് ഞാൻ ചികിത്സ ചെയ്തു. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു സമീപനം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ പല കാര്യങ്ങളും അവർക്ക് അറിയാനുണ്ട്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആളുകൾ പൊതുജനം പലവിധമാണ്. അവർക്ക് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർ കാണിച്ചു. എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തയോട് നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവും. ഇനിയും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. എന്തായാലും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ആരും കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട് അല്ലേ? ബന്ധുക്കൾ എങ്ങനെയാണ് വരുന്നത്? അവരുടെ കുടുംബത്തിന് വന്ന നഷ്ടം അവർക്ക് സഹിക്കുമോ? അവർ വന്നില്ല അല്ലെങ്കിൽ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യായമുണ്ട് അല്ലേ? അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് വിഷമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവാർഡ് തരുന്ന കാര്യങ്ങളാണോ ഇവർ ചെയ്തത്? എന്നിട്ട് അതിനൊരു പരാതി, എന്റെ ബന്ധുക്കൾ ആരും കാണാൻ വന്നില്ല എന്നുള്ളത്. അവർ വരില്ല. അഥവാ വന്നാൽ പോലും അത് കുറച്ച് സമയമെടുക്കും. അവർക്ക് ആ വേദനയിൽ നിന്ന് മുക്തമാവണമെങ്കിൽ അവർക്ക് കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ഞാൻ ഇവരെ ഒരിക്കലും അവർ തള്ളിപ്പറയുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സ്വീകരിക്കും, പക്ഷെ അതിനൊക്കെ ഒരു സമയം ഉണ്ടാകും. അത്രയും അവർക്ക് ആ ഒരു മുറിവ് അത്രയും വലുതാണ്. അതൊന്ന് മാറിക്കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. ആൾക്കാർ വന്നിട്ടുണ്ട്, എന്റെ ആൾക്കാർ വന്നിട്ടില്ല. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഒരിച്ചിരി കൂടെ നമുക്ക് ആശ്വാസം കിട്ടും. അവരോടൊക്കെ നമ്മുടെ എന്തായാലും ഇവിടെ അവസാനം ഷെമി കരഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂ നിർത്തുന്നത്. ശരിക്കും അവരൊക്കെ വന്ന് കണ്ടാൽ ഒരു പക്ഷേ ഇവർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അത് നമ്മുടെ മനുഷ്യ സഹജമാണ്. നമ്മൾ ഈ ഒരു കഷ്ടതയിൽ അനുഭവിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് ആശ്വാസവാക്ക് പറയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അവരൊക്കെ എങ്ങനെയാണ് വരാനാണ്? അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. അവര് വന്ന് കണ്ടൂടെ, എടുത്തൂടെ, സഹകരിച്ചൂടെ എന്ന് പറയാൻ നമുക്ക് തന്നെ എന്താണ് യോഗ്യത? ഈ അഫാൻ എന്ന് പറയുന്നവനെ എല്ലാവർക്കും, കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളവനായിരുന്നു. പ്രത്യേകിച്ച് അമ്മൂമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അഫാൻ എന്ന് പറയുന്ന ആ ചെറുകുട്ടിയെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കുറെ ചർച്ച ചെയ്തതാണ്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറേയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും അഫാന്റെ ഉമ്മ മുൻപ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. തുറന്ന പറച്ചിൽ എന്ന പേരിൽ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിലാക്കുക. അല്ലെങ്കിൽ ഇവർക്ക് അത്രയും ഒരു പരിഗണന, ഒരു സഹാനുഭൂതിയായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും
എന്തായാലും നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമുക്കൊക്കെ ആ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാനേ പറ്റില്ല. അത്രയ്ക്കും നമ്മുടെ മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അല്ലേ ആ 5 പേരെ ചിറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത്. ശരിക്കും സിനിമയിൽ നമ്മൾ ഈ രംഗങ്ങൾ കാണുമ്പോൾ കണ്ണടച്ച് ചെവി പൊത്തി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ രംഗങ്ങൾ ഒരു മലയാളികളും ഓർക്കാത്തവരുണ്ടാവില്ല. അവരുടെ മനസ്സിൽ ഈ കൊലപാതകങ്ങളുടെ ദൃശ്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മിന്നി മറിയാതെ പോകുമോ? ഇല്ല. കാരണം അത്രയ്ക്കും നമ്മൾക്ക് ആ ഒരു ഇൻസിഡന്റ് മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അഫാൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാതെ അവനെ ഇനി നല്ലവനാണ്, മറ്റതാണ്, അവൻ കള്ളു കുടിക്കില്ല, എന്തൊക്കെയാണ് ഇവർ വിളിച്ച് പറയുന്നതെന്ന് അറിയില്ല അല്ലെ. നമ്മൾ ഓരോന്നും അവരുടെ വാക്കുകൾ കേട്ടതാണ്. നല്ല നടപ്പിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ജയിലിൽ ചെയ്തു കൂട്ടുന്നത്. അതും പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം അവന് പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് ജയിലിൽ നിന്ന് വരുന്ന വിശേഷങ്ങൾ. എന്തായാലും ഈ അഫാന്റെ ഉമ്മ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. ആ നോർമൽ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ഇവരെ പറയുന്നത് ഇവരുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്രയും കടങ്ങൾ ഉണ്ടായതെന്ന്. കഴിഞ്ഞ തവണ അവർ പറഞ്ഞത് ലോൺ ആപ്പിന്റെ കാര്യങ്ങളായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.